ഇപ്പോൾ ABVP മാർച്ചിൽ സംഘർഷമുണ്ടാവുകയാണ്. പ്രവർത്തകർ പോലീസിന്റെ പ്രതിരോധം തകർത്ത് കേരള സർവകലാശാലയ്ക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മതിൽ ചാടി ABVP പ്രവർത്തകർ കേരള സർവകലാശാലയുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. പരീക്ഷാ മൂല്യനിർണ്ണയ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ABVPയുടെയും പ്രതിഷേധമുണ്ടാകുന്നത്. കേരള സർവകലാശാലയുടെ ക്യാമ്പസിലേക്ക് പ്രവർത്തകർ കയറിയിരിക്കുന്നു. പോലീസിന്റെ പ്രതിരോധം ഭേദിച്ച യുവമോർച്ച ABVP പ്രവർത്തകർ സർവകലാശാല ക്യാമ്പസിലേക്ക് കയറിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസിന്റെ പ്രതിരോധം ഭേദിച്ച ABVP പ്രവർത്തകർ സർവകലാശാലയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. അവിടെ ബാനർ ഉയർത്തിയിരിക്കുന്നു. സർവകലാശാല LLB മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള ബാനർ ഉയർത്തി ABVPയുടെ പ്രതിഷേധം സർവകലാശാല ക്യാമ്പസിനുള്ളിൽ. ABVP പ്രവർത്തകർ പോലീസ് തീർത്ത ബാരിക്കേഡ് മറികടന്ന സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലെത്തി കഴിഞ്ഞു. അവിടെ പ്രതിഷേധം തുടരുകയാണ്. അവിടെ ആസ്ഥാനത്തിന് മുന്നിൽ ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധമാണ് തുടരുന്നത്. കുറച്ച് വിദ്യാർത്ഥികൾ ഈ ബാരിക്കേഡിന് പുറത്താണുള്ളത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആ ഘട്ടത്തിൽ തൽക്കാലത്തേക്ക് അവരുടെ പ്രതിഷേധം അവിടെ അവസാനിപ്പിച്ചു. പിന്നീട് മതിൽ ചാടിക്കടന്നാണ് ഇപ്പോൾ സർവകലാശാല വളപ്പിലേക്ക് ABVP പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സർവകലാശാല പ്രധാന കവാടത്തിന് മുന്നിൽ ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധം അവർ തുടരുന്നു. LLB പരീക്ഷയുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയത്തിലെ അപാകതയ്ക്കെതിരെയാണ് ഈ പ്രതിഷേധം. തൊട്ടടുത്ത് തന്നെ CJP മാതൃകയിൽ വിദ്യാർത്ഥികളുടെ സംഘത്തിന്റെ പ്രതിഷേധവും തുടരുന്നുണ്ട്. നേരത്തെ ആദ്യം SFI പ്രവർത്തകരാണ് സർവകലാശാല വളപ്പിലേക്ക് കയറി സമാനമായ വിഷയമുയർത്തി പ്രതിഷേധിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ABVPയുടെ പ്രതിഷേധവും എത്തിയിരിക്കുന്നത്. പ്രതിഷേധം ഒരു തുടക്കത്തിൽ തന്നെ അക്രമാസക്തമായി. പോലീസ് ചേർത്ത് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പിടിച്ചുവിടാനുള്ള ശ്രമമായിരുന്നു. ആ പ്രവർത്തകരെ ഒടുവിൽ ഇപ്പോൾ മതിൽക്കെട്ടിനകത്തേക്ക് സർവകലാശാല വളപ്പിൽ പ്രവേശിച്ച് അവിടെ പ്രതിഷേധം തുടരുകയാണ്. കുറച്ച് വിദ്യാർത്ഥികൾ ഇപ്പോഴും റോഡിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. ബാബു, സുനിഷ അയലൂർ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സുനിഷ, സർവകലാശാലയുടെ മതിൽ ചാടി കാണുന്നതാണ് ABVP പ്രവർത്തകർ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത്. പോലീസ് അവർക്കൊപ്പം അവിടെ നിന്ന് നിലനിൽക്കുന്നുണ്ട്. ക്യാമ്പസിൽ നിന്ന് പ്രവർത്തകരെ പുറത്താക്കാനുള്ള ശ്രമമൊന്നുമില്ല. നിലവിൽ അത്തരത്തിലുള്ള ശ്രമമൊന്നും നടക്കുന്നില്ല മാധു. ഇപ്പോൾ സമാധാനപരമായി ഇവരിപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ സർവകലാശാല വളപ്പിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയാണ്. നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതിഷേധം അത് ബാരിക്കേഡിന് മുന്നിൽ നമ്മൾ കണ്ടതാണ്. പിന്നാലെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതിനുശേഷം ഈ മതിൽക്കെട്ടുകൾ കടന്ന് കൂടുതൽ പ്രവർത്തകർ ഈ സർവകലാശാലയുടെ വളപ്പിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പടിക്കെട്ടിൽ, അതായത് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറുന്ന പടിക്കെട്ടിൽ കുത്തിരുന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് പ്രവർത്തകർ നടത്തുന്നത്. പ്രധാനമായും കേരള സർവകലാശാലയിലെ LLB പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇവരും ആവർത്തിച്ചു പറയുന്നത്. ഇത്തരത്തിൽ ഫീസ് ഈടാക്കാനുള്ള ഒരു മാർഗമായി, അല്ലെങ്കിൽ ഒരു അഴിമതി നടത്താനുള്ള മാർഗമായി ഇത്തരത്തിലുള്ള പുനർമൂല്യനിർണ്ണയത്തെ സർവകലാശാല കാണുന്നു എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ വീഴ്ച വരുത്തിയ അധ്യാപകർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നുള്ളതാണ് ഒരാവശ്യം. മറ്റൊന്ന്, വിദ്യാർത്ഥികളിൽ നിന്നും പുനർമൂല്യനിർണ്ണയത്തിന്റെ പേരിൽ പിരിച്ചിരിക്കുന്ന ഫീസ് എല്ലാം തന്നെ തിരിച്ചു നൽകാൻ അത് ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ABVP സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് സമരം വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ABVP സർവകലാശാലയിലേക്ക് സമരം നടത്തിയിട്ട് കുറച്ചധികം കാലമായി, ഒരുപക്ഷെ നീണ്ട ഒരു കാലത്തിന് ശേഷമാണ് ABVP വീണ്ടും ഇത്തരം ഒരു ശക്തമായ സമരം അത് സർവകലാശാലയിലേക്ക് നടത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് LLBയുടെ ഈ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യവും. നേരത്തെ SFIയുടെ ഒരു പ്രതിഷേധം നമ്മൾ ഇപ്പോൾ കണ്ടതാണ്. സർവകലാശാലയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്, ബാനർ ഉയർത്തി പ്രതിഷേധിക്കുകയാണ് ABVP പ്രവർത്തകർ. പരീക്ഷാ മൂല്യനിർണ്ണയ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ തുടരുകയാണ്. അവിടെ CJP മോഡൽ പ്രതിഷേധമുണ്ടാകുന്നു, SFIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകുന്നു, ഇപ്പോൾ ABVPയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകുന്നു. വലിയ ക്രമക്കേടാണ് പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനം.